നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി ചൊക്കനയിൽ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. വേലുപ്പാടം പൗണ്ട് കിണർ സ്റ്റോപ്പിന് സമീപം വഴിയോരത്ത് ബൈക്ക് നിർത്തി മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. വേലുപ്പാടം കവരംപിള്ളിയിലെ തീപിടുത്തം 6 മണിക്കൂറിന് ശേഷം തീ നിയന്ത്രണ വിധേയമാക്കി. ഗോരക്ഷ മഹാപദയാത്രയ്ക്ക് മുരിങ്ങൂരിൽ സ്വീകരണം നൽകി. എം.എൻ. പുഷ്പൻ അനുസ്മരണ സമ്മേളനം നടന്നു. ചെറുക്കണം കുട്ടികൾക്കിടയിലെ അക്രമവാസനകളെ, ചേർക്കണം നന്മപാതയെ പ്രതിജ്ഞയുമായി കുട്ടിക്കൂട്ടം. പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകി. വിശദമായ വാർത്തയിലേക്ക്. പാലപ്പിള്ളി ചൊക്കനയിൽ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. 1 മണിക്കൂറോളം മുറ്റത്ത് നിലയുറപ്പിച്ച ആനയെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും കാട്ടിലേക്ക് കയറ്റി. ചൊക്കന ക്ലബിന് സമീപത്ത് താമസിക്കുന്ന വട്ടോളി മുഹമ്മദ് അലിയുടെ പാടിയിലാണ് കൊമ്പൻ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്ന ആനക്കൂട്ടത്തിൽ നിന്ന് ഒരു കൊമ്പൻ പാടിയിലെത്തുകയായിരുന്നു. വീട്ടുകാർ നോക്കി നിൽക്കെയാണ് ആന മുറ്റത്തേക്ക് എത്തിയത്. ഇവിടെ ഉണ്ടായിരുന്ന വാഴയും ചക്കയും അകത്താക്കിയ ആന 1 മണിക്കൂറോളമാണ് മുറ്റത്ത് നിലയുറപ്പിച്ചത്. പാടിയിലെ മറ്റുള്ളവരും നാട്ടുകാരും ചേർന്ന് ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴും ആന വാഴകൾ പിഴുതെറിയുകയായിരുന്നു. മുൻപും ഇതേ ആന ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു. ഇതുവരെ ആക്രമണ സ്വഭാവം കാണിക്കാതിരുന്നതിനാൽ ആനയെ ഇവർ ഓടിച്ചിരുന്നില്ല. കൊമ്പന്റെ അരികിലേക്ക് ആനക്കൂട്ടം എത്തുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ ആനയെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് കയറ്റിയത്. വേലുപ്പാടം പൗണ്ട് കിണർ സ്റ്റോപ്പിന് സമീപം വഴിയോരത്ത് ബൈക്ക് നിർത്തി മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വേലുപ്പാടം സ്വദേശി പടപ്പറമ്പിൽ വീട്ടിൽ 44 വയസ്സുള്ള ക്രിസ്റ്റീനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 3.5 ലിറ്റർ ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യവും 5330 രൂപയും പോലീസ് പിടികൂടി. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. കിണർ സ്റ്റോപ്പിന് സമീപം ബൈക്ക് നിർത്തി ആവശ്യക്കാർക്ക് മദ്യം നൽകുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. അനധികൃത മദ്യവിൽപ്പന നടത്തിയതിന് ക്രിസ്റ്റീൻ മുൻപും പിടിയിലായിട്ടുണ്ട്. വരന്തരപ്പള്ളി SHO KN മനോജ്, SI മാരായ ജയചന്ദ്രൻ, അലി, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോഫിൻ ജോണി, ജിൽജിത്ത്, ഷിജു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അന്നമനട കല്ലൂർ സ്വദേശിയായ യുവതിയെ സംശയം മൂലമുള്ള വിരോധത്താൽ കൊലപ്പെടുത്തണമെന്ന് കരുതി യുവതി ജോലി നോക്കുന്ന ചാലക്കുടി സ്വകാര്യ ആശുപത്രിക്ക് സമീപത്തുള്ള ഫാർമസിയിൽ അതിക്രമിച്ച് കയറി അറയിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് യുവതിയെ കുത്തുകയും വെട്ടുകയും ചെയ്ത് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവത്തിനാണ് നെല്ലായി പന്തല്ലൂർ സ്വദേശിയായ പാണപ്പറമ്പിൽ 45 വയസ്സുള്ള സലീഷ് എന്നയാളെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സലീഷിനെ കൊടകര പോലീസും ചാലക്കുടി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ജോഫി ജോസ്, ഷാജഹാൻ, കൊടകര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ, സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് എന്നിവരും ചേർന്നാണ് സലീഷിനെ അറസ്റ്റ് ചെയ്തത്. പ്രതി ഉപയോഗിച്ച സ്കൂട്ടർ സംഭവ സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തു. വേലുപ്പാടം കവരംപിള്ളിയിലെ തീപിടുത്തം 6 മണിക്കൂറിന് ശേഷം നിയന്ത്രണ വിധേയമാക്കി. ആയിരക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് സംഭവിച്ചത്. രാവിലെ 10:30 KFRIയുടെ മുള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് തീ പടർന്നത്. ഇവിടെ നിരവധി മുളകൾ കത്തിനശിച്ചു. തൊഴിലാളികൾ ചേർന്ന ഗവേഷണ കേന്ദ്രത്തിലെ തീ അണച്ചുവെങ്കിലും കാറ്റിന്റെ ശക്തിയിൽ സമീപത്തെ പറമ്പുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. പറമ്പുകളിലെ നിരവധി തെങ്ങ്, കവുങ്ങ്, റബ്ബർ, വാഴ, കശുമാവ് എന്നിവ കത്തിനശിച്ചു.
നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും വനപാലകരും ചേർന്നാണ് ആദ്യം തീ കെടുത്താൻ ശ്രമം നടത്തിയത്. വ്യാപകമായി തീ പടർന്നതോടെ ഫയർഫോഴ്സിനെ വിളിച്ചെത്തിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ വാഹനത്തിന് തീപിടിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിയാതിരുന്നത് പ്രതിസന്ധിക്കിടയാക്കി. ഇതിനിടെ പറമ്പുകളേറെയും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വെള്ളം പമ്പ് ചെയ്യാതിരുന്നത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കി. ഇതിനിടെ മലയോര കർഷക സമിതി പ്രവർത്തകർ വാഹനത്തിൽ വെള്ളം എത്തിച്ച് തീയണയ്ക്കാൻ ശ്രമം നടത്തി. എന്നാൽ കവരംപിള്ളി കുന്നിന്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും പുക ഉയരുന്നതായും രാത്രിയിൽ വീണ്ടും തീ പടരാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഗോരക്ഷ മഹാപദയാത്രയ്ക്ക് മുരിങ്ങൂരിൽ സ്വീകരണം നൽകി. ഗോരക്ഷ മഹാപദയാത്രയ്ക്ക് മുരിങ്ങൂർ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നൽകിയ സ്വീകരണത്തിൽ നിരവധി ഗോഭക്തർ പങ്കെടുത്തു. ഗോക്കളെ സംരക്ഷിക്കൂ, ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കൂ എന്ന സന്ദേശവുമായി കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് കാശ്മീരിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് 2025 മാർച്ച് 27-ന് കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ യാത്ര സമാപിക്കും. ശബരിമലയിലും യാത്ര പോകുന്നുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ ഇരുമുടിക്കെട്ടുമായി യാത്രയിൽ അനുഗമിക്കുന്ന നാടൻ പശു 18-ാം പടി കയറി ഭഗവാനെ ദർശനം നടത്തുമെന്ന് യാത്ര നയിക്കുന്ന ബാലകൃഷ്ണ ഗുരുസ്വാമി പറഞ്ഞു. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് നാടൻ പശു സഞ്ചരിക്കുന്നത്. നാടൻ പശുക്കളെ വളർത്തുന്നതോടെ നാടിന്റെ സംരക്ഷണമാണ് ഉണ്ടാകുന്നത്, സ്വാമി ബാലകൃഷ്ണ ഗുരുക്കൾ പറഞ്ഞു. ജില്ലയിൽ 2 ദിവസങ്ങളിൽ സഞ്ചരിച്ച യാത്രയ്ക്ക് മണ്ണുത്തി, പുതുക്കാട് എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം കൊടകര, കുണ്ടുകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലും സ്വീകരണം നൽകി. സ്വീകരണത്തിന്റെ ഭാഗമായി ഗോപൂജ, സാംസ്കാരിക സമ്മേളനം എന്നിവയും ഉണ്ടായിരുന്നു. വിഭാഗ് കാര്യകാര്യ സദസ്യൻ KR ദേവദാസ്, ഗണ്ട് കാര്യവാഹ് M സുനിൽകുമാർ, സേവാഭാരതി പഞ്ചായത്ത് പ്രസിഡന്റ് രഘു P മേനോൻ, പഞ്ചഗവ്യ വൈദ്യന്മാരായ സദാനന്ദൻ വൈദ്യർ, ഡോക്ടർ ജയകുമാർ, ബേബിലാൽ വൈദ്യർ, ചന്ദ്രൻ വൈദ്യർ തുടങ്ങിയവർ സംസാരിച്ചു. മുരിങ്ങൂരിൽ നൽകിയ സ്വീകരണത്തിൽ പര്യവരൻ സംസ്ഥാന സമിതി അംഗം സുരേഷ് വനമിത്ര മുഖ്യ പ്രഭാഷണം നടത്തി. ചിറങ്ങരയിലെ സ്വീകരണത്തിന് ശേഷം യാത്ര എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചു. MN പുഷ്പൻ അനുസ്മരണ സമ്മേളനം നടന്നു. ആദിവാസി ഭൂസമര നേതാവ് MN പുഷ്പൻ അനുസ്മരണം മാർച്ച് 3 തിങ്കളാഴ്ച വൈകിട്ട് 6-ന് വരന്തരപ്പള്ളി സെന്ററിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് DS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. ചെറുക്കണം കുട്ടികൾക്കിടയിലെ അക്രമവാസനകളെ, ചേർക്കണം നന്മപാതയെ, പ്രതിജ്ഞയുമായി കുട്ടിക്കൂട്ടം. വിദ്യാർത്ഥികൾക്കിടയിൽ പോലും വർദ്ധിക്കുന്ന അക്രമവാസനകൾക്കും ലഹരി ഉപയോഗത്തിനും പ്രതിരോധം തീർക്കുന്നതിനായി നഗരസഭാ ഓഫീസിന് മുൻപിൽ വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. ഉദ്ഘാടനം ചെയ്ത നഗരസഭാ അധ്യക്ഷൻ ഷിബു മാലപ്പൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭാ ഉപാധ്യക്ഷ C ശ്രീദേവി, നഗരസഭാ സെക്രട്ടറി K പ്രമോദ്, മുൻ നഗരസഭാ അധ്യക്ഷരായ VO പൈലപ്പൻ, ആലിസ് ഷിബു, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ബിജു S ചിറയത്ത്, ദീപു ദിനേശ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, പ്രതിപക്ഷ ഉപലീഡർ ബിജി സദാനന്ദൻ, നഗരസഭാ കൌൺസിലർമാരായ സൂസമ്മ ആന്റണി, ജോജി കാട്ടാളൻ, കെയർ കേരള ഫൗണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ഷാലി മുരിങ്ങൂർ, ക്രസന്റ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ ജോർജ് കോലഞ്ചേരി, വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ PG ദിലീപ്, മുരിങ്ങൂർ LF പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോക്ടർ സോജ മരിയ, മെർച്ചന്റ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ജോബി മേലേടത്ത്, നഗരസഭാ റവന്യൂ ഓഫീസർ ഷീല ഷൺമുഖൻ, നഗരസഭാ ഹെൽത്ത് സൂപ്രണ്ട് K സുരേഷ് കുമാർ, ക്രസന്റ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി പ്രതിനിധി ദക്ഷിണ അനൂപ്, മാധ്യമ പ്രവർത്തകൻ ലാലുമോൻ ചാലക്കുടി എന്നിവർ പ്രസംഗിച്ചു. പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകി. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് വെച്ച് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥ ഇന്ന് രാവിലെ 10 മണിക്ക് കൊടകര ഫ്ലൈ ഓവർ ജംഗ്ഷനിൽ വെച്ച് ജാഥ ക്യാപ്റ്റൻ M സ്വരാജ്, മാനേജർ പനോളി വത്സൻ, ജാഥാംഗം K അനുശ്രീ എന്നിവർക്ക് സ്വീകരണം നൽകി. സ്വീകരണ പൊതുയോഗത്തിൽ CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MM വർഗീസ്, MK കണ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ UP ജോസഫ്, PK ഡേവിസ്, TA രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. PR പ്രസാദൻ സ്വാഗതവും KJ ഡിക്സൺ നന്ദിയും രേഖപ്പെടുത്തി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി ചൊക്കനയിൽ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. വേലുപ്പാടം പൗണ്ട് കിണർ സ്റ്റോപ്പിന് സമീപം വഴിയോരത്ത് ബൈക്ക് നിർത്തി മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. വേലുപ്പാടം കവരംപിള്ളിയിലെ തീപിടുത്തം 6 മണിക്കൂറിന് ശേഷം തീ നിയന്ത്രണ വിധേയമാക്കി. ഗോരക്ഷ മഹാപദയാത്രയ്ക്ക് മുരിങ്ങൂരിൽ സ്വീകരണം നൽകി. എം.എൻ. പുഷ്പൻ അനുസ്മരണ സമ്മേളനം നടന്നു. ചെറുക്കണം കുട്ടികൾക്കിടയിലെ അക്രമവാസനകളെ, ചേർക്കണം നന്മപാതയെ പ്രതിജ്ഞയുമായി കുട്ടിക്കൂട്ടം. പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.